വർഗീയത നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കും അനുഭവിച്ചു മക്കളെ, ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോണ വഴിയാണ്, UP വഴി ടച്ച് ചെയ്തിട്ട് ബോർഡർ കൂടിയിട്ടാണ് പോവുക. അങ്ങനെ ഒരു ഗതിയിലാണ്ടായിപ്പോ കിടക്കാൻ സ്ഥലമുണ്ടായിപ്പോ അവിടുത്തെ ഒരു ശിവന്റെ അമ്പലം കണ്ടപ്പോ അവിടെ കയറിയിട്ട് ചോദിച്ചു അവനെ കിടക്കട്ടെ എന്ന്. കിടക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവിടെ ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ആ കിടന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിൽക്കണായിട്ട് ഒരാൾ വയസ്സായത് അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ പൂജാരി ഒന്നല്ല. അങ്ങനെ അയാൾ വന്നു. ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് ഉണ്ട് കേട്ടാ. അങ്ങനെ അയാൾ എടുത്ത വഴിക്ക് വന്നിട്ട് പറയാ പുലർച്ചെ 5 മണിയാകുമ്പോഴേക്കും കുളിക്കണം, അല്ലാന്ന് കഴിഞ്ഞാൽ നീ ഇവിടെ കുളിക്കണ്ട, നീ പുറത്ത് പോക്കോ. എന്നിട്ട് ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുക അല്ലെങ്കിൽ വേണ്ട നീ ഇവിടെ കുളിക്കണ്ട, നീ പുറത്ത് കുളിച്ചായിരുന്നു. അങ്ങനെ എന്തേന്ന് ചോദിച്ചു പറയാ നിങ്ങൾ മുസ്ലിംസ് സാമാനത്തിനുള്ള കിട്ടുന്നത് ആകെ ഇവിടെ വൃത്തിയേടാക്കും, അങ്ങനത്തെ രീതിയിലുള്ള ഓർത്താണ് ഇയാള്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ കുളിക്കുമ്പോഴും വൃത്തിയാക്കിയിട്ടല്ലേ കുളിക്കാന്ന് ചോദിച്ചു അയാളോട് കേട്ടാ. പിന്നെ നമ്മൾ കൂടുതൽ പറയാൻ പറ്റില്ല, ഒന്നാമത് അവരുടെ സ്ഥലമാണല്ലോ. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് അനുഭവം പെട്ടെന്ന് ദേഷ്യം വെക്കും വരും. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, വേറെ ചേട്ടൻ വന്നിട്ട്, ചേട്ടനല്ല ഒരു പയ്യനാണ്, ആൾ വന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒന്നാമത് കുളിക്കണം പോലും പറഞ്ഞില്ല. ഇയാൾ വന്നിട്ട് ഇങ്ങനെ വന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ അമ്പലമായ കാരണം കാലത്ത് നേരത്തെ കുളിക്കണം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടാണ്. പിന്നെ ഇയാള് റോള് മാറി തുടങ്ങി, വേറെ രീതിയിൽ ഇയാൾ വർത്തനം പറയണേ. അങ്ങനെ ഞാൻ അടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ മുസ്ലിം തങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ചോദിച്ചു. ഞാൻ എന്റെ ID കാർഡ് കാണിച്ചു കൊടുത്തു. ID കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇയാൾക്ക് വിശ്വാസമില്ല. ID കാർഡ് നോക്കുക, എന്നെ നോക്കുക, ID കാർഡ് നോക്കുക തന്നെ. എന്റെ രൂപം കണ്ടിട്ട് ഇവരുടെ വിചാരം മുസ്ലിമാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇയാൾക്ക് എന്തോ മുസ്ലിംസിനോട് എന്തോ ഭയങ്കര ദേഷ്യമുള്ള പോലെ ഇയാൾ വർത്താനം പറഞ്ഞു. ഒരു രക്ഷയില്ല. അങ്ങനെ ഏറ്റവും ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ID കാർഡ് കണ്ടിട്ട് ഇയാൾക്ക് വിശ്വാസമില്ല. അങ്ങനെ ഏറ്റവും ഞാൻ എന്റെ കല്യാണത്തിന്റെ ഫോട്ടോ നടന്നു ആ അമ്പലത്തിലുള്ളത്, അതെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ അത് കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ കണ്ടിട്ട് മൈൻഡില്ലേ കുറെ നേരം എന്തെന്ന് പറയാ. അങ്ങനെ വേറൊരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചെക്കനോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ വെറുതെ വന്നിട്ട് വെക്കട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞ കാര്യമാക്കണ്ടെന്നുള്ളത്. കാര്യമാക്കണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കി. നമ്മള് ഒരു ഹിന്ദു ആയിട്ടുള്ള കാരണം ഞാൻ അമ്പലത്തെ പോയി ചോദിക്കണത് മനസ്സിലായി. അല്ലെങ്കിൽ മുസ്ലിം എനിക്ക് പോയി പള്ളിയിൽ കിടക്കാൻ വേണ്ടി ചോദിക്കുന്നത്, ഹിന്ദു കാരണം അമ്പലത്തിൽ ചോദിക്കണം. എന്നിട്ട് വരെ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം മനസ്സിലായി. നമ്മൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് പോലും അറിയണില്ലേ. വെറുതെ വന്നിട്ട് മുസ്ലിം പറഞ്ഞിട്ട് ഒരുമാതിരി ദേഷ്യങ്ങൾക്ക് മുസ്ലിംസിനോട് മനസ്സിലായ. നമ്മൾ അവരും ചെയ്യണ ഓരോ കാര്യം പക്ഷെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അശുദ്ധിയാവുന്നു മനസ്സിലായി. അങ്ങനത്തെ അവരോട് തന്നെ പറയണേ. എന്താ ചെയ്യാ, ഞാൻ അയാളെ പറയണ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിടിച്ച് തല്ലിക്കൊല്ലോ. ഞാൻ പറയുമ്പോൾ വീഡിയോ എടുത്തില്ല, പക്ഷെ അയാളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഞാൻ കാണിച്ചാൽ അയാൾ ജസ്റ്റ് ഒരു ബാഗുണ്ട്, അയാളെ കണ്ടോ. ഈ ജുബ്ബ പോലെ ഇട്ടിട്ട് നിൽക്കണ പെട്ട തലേന ഉണ്ടല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. 1.5 മുതലാട്ടാ. ഈ അമ്പലത്തിലാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോയിട്ടാണെന്ന് രാത്രി. ഇപ്പോ ഒരു രക്ഷയില്ല, ടെന്റ് അടിച്ച് കിടന്നൊക്കെ ഇതില്ല വീടാണ് പോന്നെ ഭാഗ്യം.